പാർട്ടി തീരുമാനത്തിന് വഴങ്ങി നാട്ടിൽ തിരിച്ചെത്തിയ കെ സുധാകരന് സ്വീകരണമൊരുക്കിയ അനുയായികൾ. ഇന്നലെ അർദ്ധരാത്രിയാണ് സുധാകരൻ ദില്ലിയിൽ നിന്ന് തിരികെ കണ്ണൂരിലെത്തിയത്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകാനുള്ള നീക്കം ഉപേക്ഷിച്ചെങ്കിലും സുധാകരന്റെ തുടർ നീക്കങ്ങൾ നിരീക്ഷിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന മല്ലികാർജ്ജുൻ ഖർഗെയുടെ ഉറപ്പിലാണ് സുധാകരൻ അനുനയത്തിന് തയ്യാറായത്. സിനോജ് തോമസ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. സിനോജ്, ഗുഡ് മോർണിംഗ്. എത്രത്തോളം പണിപ്പെട്ടാണ് സുധാകരനെ അനുനയിപ്പിച്ചത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. എത്രത്തോളം വലിയ പ്രതിസന്ധിയിലൂടെയാണ് കോൺഗ്രസ് കടന്നുപോയത് എന്നുള്ളത്. പക്ഷേ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ദില്ലിയിൽ നിന്ന് തിരിച്ചെത്തിയ കെ സുധാകരന്റെ വാക്കുകൾ അത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ആശ്വാസം പകരുന്നതാണ്. സീറ്റില്ലെങ്കിലും കുഴപ്പമില്ല, തന്റെ സഹപ്രവർത്തകരായ സ്ഥാനാർത്ഥിക്ക് വേണ്ടി മുന്നിട്ട് ഇറങ്ങുമെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുമ്പോൾ അത് കോൺഗ്രസിന് ആശ്വാസമാണ്. പക്ഷേ അപ്പോഴും അവിടെ ആശങ്കയുടെ ഒരു ചെറിയ അംശം അവശേഷിക്കുന്നുണ്ടോ സിനോജ്? ശ്രുതിയാര്യ, ഗുഡ് മോർണിംഗ്. അതായത് കഴിഞ്ഞ കുറച്ച് ദിവസം ഡൽഹിയിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് കെ സുധാകരൻ പാർട്ടിക്ക് ഉയർത്തിയ ആ സമ്മർദ്ദം അല്ലെങ്കിൽ ആ പിടിവാശി അദ്ദേഹം തന്നെ ഒടുവിൽ പിൻവലിച്ചിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന മണിക്കൂറിലാണ് അദ്ദേഹം മയപ്പെട്ട് നിലപാട് തിരുത്തി പാർട്ടിക്കൊപ്പം, പാർട്ടിക്കും പാർട്ടി പ്രവർത്തകർക്കും ഊർജം നൽകിക്കൊണ്ട് താനും പാർട്ടിക്കൊപ്പമാണ്, സീറ്റില്ലെങ്കിലും മത്സരിക്കുന്നവരെ താനും പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടി അണികൾക്ക് ഏറെ എടുത്തു പറയേണ്ടതാണ്. പാർട്ടി അണികൾക്ക് ഊർജ്ജം നൽകിക്കൊണ്ട് സുധാകരൻ താനും ഒരു കോൺഗ്രസ്സുകാരനായി തന്നെ തുടരും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വന്ന നിലപാട് പാർട്ടിക്കും അണികൾക്കും ഏറെ ആശ്വാസകരമാണ്. ഇന്ന് പുലർച്ചെ 2 മണിക്കാണ് അദ്ദേഹം കണ്ണൂർ വിമാനത്താവളത്തിൽ വിമാനമിറങ്ങുന്നത്. ആ പുലർച്ചെ 2 മണി സമയത്തും റിജിൽ മാർക്കറ്റ് ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ KS അനുകൂലികൾ, സുധാകരനെ പിന്തുണയ്ക്കുന്ന കണ്ണൂരിലെ അണികൾ കണ്ണൂർ വിമാനത്താവളത്തിലെത്തി സ്വീകരിച്ചിരുന്നു. അദ്ദേഹത്തിന് സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഇന്നലെ കണ്ണൂർ DCC ഓഫീസിന് മുന്നിൽ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്നത് നമ്മൾ കണ്ടതാണ്. സീറ്റ് ഇല്ല എന്ന വാർത്ത വന്നപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പേരാവൂരിൽ ഉൾപ്പെടെ സണ്ണി ജോസഫിന്റെ ഫ്ലെക്സിൽ മോളിൽ ഉൾപ്പെടെ പോസ്റ്റർ പതിപ്പിക്കുന്നത് നമ്മൾ കണ്ടതാണ്. DCC ഓഫീസിന് മുൻപിൽ ബാനർ ഉയർത്തുന്നത് നമ്മൾ കണ്ടതാണ്. ആ രീതിയിൽ KSനെ അനുകൂലിക്കുന്ന, KS പാർട്ടിക്ക് വേണ്ടി ചെയ്ത ത്യാഗങ്ങൾ അറിയുന്ന അണികൾ കണ്ണൂരിൽ ധാരാളമുണ്ട്. അതുകൊണ്ടാണ് ആ വികാരം, KS വികാരം കണ്ണൂരിൽ നിന്ന് ഉയർന്നു വന്നത്. അതുകൊണ്ട് തന്നെയാണ് മത്സരിക്കണമെന്നൊരു ആഗ്രഹം കെ സുധാകരൻ മുന്നോട്ട് വെച്ചത്. പക്ഷേ AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അവസാന നിമിഷം വരെ ഇടപെട്ട് ആ നിലപാടിൽ ഒരു മയപ്പെടുത്തൽ വരുത്തിയിരിക്കുകയാണ്. ഏതായാലും പാർട്ടിക്ക് വിധേയനായി താൻ കണ്ണൂരിലുണ്ടാകും. കണ്ണൂരിലെ സ്ഥാനാർത്ഥി TO മോഹനൻ, മുൻ മേയർ കൂടിയാണ്, TO മോഹന്റെ പ്രചാരണത്തിന് ഇറങ്ങും. ഒപ്പം തന്നെ പേരാവൂരിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രചാരണത്തിൽ കൂടി ഇറങ്ങുമെന്ന് സുധാകരൻ റിപ്പോർട്ടർ ടിവിയോട് തന്നെ പറഞ്ഞിരിക്കുകയാണ്. അതോടുകൂടി ആ സുധാകരൻ വിഷയത്തിൽ ഒരു ആശങ്ക അണികൾക്കും പാർട്ടിക്കും സമൂഹത്തിനും ഒഴിവായിരിക്കുകയാണ്. കെ സുധാകരൻ തന്നെ ഇന്ന് കണ്ണൂരിലെത്തിയിട്ടുണ്ട്. കൂടുതൽ പ്രതികരണം ഇന്ന് ഒരുപക്ഷെ നൽകിയേക്കും. കോൺഗ്രസിന്റെയും UDFന്റെ പ്രചാരണത്തിന് കെ സുധാകരൻ തന്നെ കണ്ണൂരിലിറങ്ങും. കണ്ണൂരിലിറങ്ങുമ്പോൾ മറ്റ് 140 മണ്ഡലങ്ങളിലും അത് ഊർജ്ജം നൽകും. കാരണം ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളും വാർത്തകളൊക്കെ തന്നെ പാർട്ടി അണികൾക്കുള്ളിൽ ഒരു ആശങ്കയുണ്ടായിരുന്നു. ഇന്നലെ ഷാഫി പറമ്പിൽ അക്കാര്യം പേരാവൂരിൽ പ്രസംഗത്തിനിടയിൽ പറയുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ അവസാന മണിക്കൂറിൽ അദ്ദേഹം പാർട്ടിക്ക് വിധേയപ്പെട്ട് പാർട്ടിക്ക് അനുകൂലമായി പരസ്യ നിലപാടെടുത്തത് താനൊരു കോൺഗ്രസ്സുകാരനാണ്, മറ്റു വാർത്തകളൊക്കെ തന്നെ ശുദ്ധ അസംബന്ധമാണെന്ന് പറഞ്ഞതോടുകൂടി തന്നെ അതെല്ലാം തന്നെ ക്ലോസ്ഡ് ചാപ്റ്ററായിട്ടാണ് പാർട്ടി നേതാക്കളും ഒപ്പം തന്നെ അണികളും കാണുന്നത്. ഇനി കെ സുധാകരൻ എപ്പോൾ കളത്തിലിറങ്ങി നേരിട്ട് UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചോദിക്കുമെന്ന ആ നിമിഷത്തിന് വേണ്ടിയാണ് അണികൾ കാത്തിരിക്കുന്നത്. ഇന്ന് ഏതായാലും പുലർച്ചെ 3 മണിയോട് കൂടിയാണ് അദ്ദേഹം വീട്ടിലെത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്നോ നാളെയോ അല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ അദ്ദേഹം കണ്ണൂരിലെ തന്നെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് തേടി ഇറങ്ങാനുള്ള സാധ്യതയുമുണ്ട്. ആര്യശ്രുതി. ഓക്കെ, സിനോജ് തോമസ് ആണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർത്തത്. സിനോജ് സൂചിപ്പിച്ചതുപോലെ തന്നെ കെ സുധാകരൻ ഇനി മറ്റ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് തേടി നിരത്തിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അത് വലിയ ആവേശം എല്ലാ പ്രവർത്തകർക്കും ഒരുപോലെ നൽകും. താൻ പാർട്ടിക്ക് വിധേയനാണ്, പാർട്ടി എത്രയോ വലുത്, താൻ എത്രയോ ചെറുത് എന്നാണ് കെ സുധാകരൻ ഇന്നലെ നിലപാട് വ്യക്തമാക്കിയത്.